രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ പദ്ധതിയായ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു ഒരാഴ്ച മുമ്പ് വരെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര്. എന്നാൽ ഗാന്ധിജിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വെട്ടിമാറ്റി ഗാന്ധിജിയുടെ ഓർമ്മകളെപ്പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം ഗാന്ധിയെ തമസ്കരിക്കാൻ ശ്രമം നടത്തുന്നത് ഇതാദ്യമായല്ല. പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രവും പേരും മാറ്റി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കിൽ നിന്ന് പോലും ഗാന്ധിജിയെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ഏറ്റവും അവസാനത്തെ നാണംകെട്ട നാടകമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് മാറ്റാനുള്ള നീക്കത്തിലൂടെ രാജ്യം കണ്ടത്. ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുന്ന സംഘപരിവാറിൻ്റെ നാണംകെട്ട രാഷ്ട്രീയ നാടകത്തിനാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. അതുമാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയിൽ നിന്ന് മാറ്റി ഗാന്ധിയുടെ ഓർമ്മകളെപ്പോലും ഭയക്കുന്ന സംഘപരിവാറിൻ്റെ ഭീകര രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിനിറങ്ങുകയാണ്. എന്താണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്? ഗാന്ധിയൻ ഓർമ്മകൾ വീണ്ടും രാജ്യത്തിൻ്റെ ആത്മാവിലേക്ക് തിരികെ കൊണ്ടുവന്ന ഗാന്ധിയൻ ആദർശങ്ങൾ മുറുകെ പിടിച്ച സംഘപരിവാറിനെ ഈ രാജ്യത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാനുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഈ സമരമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കുന്നത്. എന്തായിരിക്കും ഈ സമരത്തിൻ്റെ ബാക്കി പത്രം? ഗാന്ധിയെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് നടത്തുന്ന സമരത്തിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS നമ്മോടൊപ്പമുണ്ട്. എന്താണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഒരു BJP സർക്കാരോ അല്ലെങ്കിൽ സംഘികൾ വിചാരിച്ചാൽ ഇന്ത്യയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് ഗാന്ധിജിയെ പടിയിറക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ്. ഈ പറയുന്നത് പോലെ ജീവിച്ചിരുന്ന ഗാന്ധിയേക്കാൾ ശക്തനാണ് മരിച്ച മഹാത്മാഗാന്ധി എന്ന് പറയേണ്ടി വരും. കാരണം അതുകൊണ്ടാണ് കൊല്ലപ്പെട്ട മഹാത്മാഗാന്ധി എന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? മഹാത്മാഗാന്ധിയുടെ പേര് വന്ന പദ്ധതികളോട് ഇവർക്ക് പുച്ഛം, അല്ലെങ്കിൽ പേര് മാറ്റുന്നു പദ്ധതികളുടെ. ഈ പറയുന്ന പോലെ ചരിത്രത്തിൽ ഗാന്ധിജി ഉള്ളത് കൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജി ഉൾപ്പെടുന്ന ചരിത്രം മാറ്റുന്നു, അല്ലെങ്കിൽ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. നാളെ ഇനിയിപ്പോൾ നോട്ടിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം എടുത്തു മാറ്റിയാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി ഗാന്ധിജിയുടെ പേരിലുള്ള റോഡുകളുടെ പേരുകൾ പോലും ഇവർ വേണമെങ്കിൽ മാറ്റും. അത്തരത്തിലേക്ക് ഇവർ ഗാന്ധിജിയെ ഭയക്കുന്നു. ഗാന്ധിജിയെ പറ്റി ഇന്ത്യക്കാർ ഓർക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗാന്ധിജിയെ പറ്റി ഇന്ത്യക്കാർ ചിന്തിക്കാൻ പാടില്ല എന്ന തലത്തിലേക്ക് RSSന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അവർക്ക് ഗാന്ധിജി ഇഷ്ടമല്ല അല്ലെങ്കിൽ BJPയുടെ RSSന്റെ ഗാന്ധിയോടുള്ള വിദ്വേഷം അവർ തീർക്കുന്നത് ഇത്തരം ഗാന്ധിജിയുടെ പേര് വെട്ടി ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ പാഠങ്ങൾ നീക്കം ചെയ്ത് ഇത്തരത്തിൽ ഗാന്ധിജിയോടുള്ള വിദ്വേഷമാണ് അവർ ഇപ്പോഴും പുറത്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മഹാത്മാ ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ജനുവരി 5 മുതൽ ശക്തമായ പരിപാടികൾ ആരംഭിക്കാൻ, അതായത് 2026 അടുത്ത വർഷം 5 മുതൽ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കാൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. ഗ്രാമസഭകൾ, അതായത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച നിർദ്ദേശം PCCകൾക്ക് കോൺഗ്രസ് നൽകി കഴിഞ്ഞു. UPA സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായിരുന്നു തൊഴിലുറപ്പ് നിയമം. ആ തൊഴിലുറപ്പ് നിയമം റദ്ദാക്കി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് കൊണ്ടുവന്നതിനെ കോൺഗ്രസ് രൂക്ഷമായി ഈ യോഗത്തിൽ വിമർശിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ, അതായത് ഗാന്ധിയുടെ പാരമ്പര്യത്തെ അപമാനിക്കുന്ന തുല്യമാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വെക്കുന്നത്. പുതിയ നിയമപ്രകാരം പദ്ധതി വിഹിതം സംസ്ഥാനങ്ങൾ കൂടി നൽകണമെന്ന വ്യവസ്ഥ ഗ്രാമീണ മേഖലയിലെ ജീവനോപാധിയെ തകർക്കുന്നത് തുല്യമാണെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. തൊഴിലുറപ്പ് വിഷയത്തിന് പുറമെ മറ്റു നിർണായക വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പരിശോധിച്ച് വരാം. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഖാർഗെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ദീപു ചന്ദ്രദാസ്, അമൃതമണ്ഡൽ എന്നിവരുടെ ആൾക്കൂട്ട കൊലപാതകത്തെ പാർട്ടി ശക്തമായി അപലപിച്ചു. കൂടാതെ വോട്ടർ പട്ടിക പുതുക്കലിന്റെ പേരിൽ വോട്ടർമാരുടെ ജനാധിപത്യ അവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഖാർഗെ കുറ്റപ്പെടുത്തുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശശി തരൂർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള തന്ത്രങ്ങളും ചർച്ച ചെയ്തു. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആസാം, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കൊപ്പം തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കാനുള്ള പോരാട്ടം ശക്തമായി കൊണ്ടുപോകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ആത്മാവായ ഈ രാജ്യത്തിൻ്റെ ആത്മാവായ കോൺഗ്രസ് അതിൻ്റെ ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച കുട്ടിയാണ്
കുട്ടിയാണ് ഇന്ത്യ. ആ കോൺഗ്രസ് നൊന്തുപ്രസിച്ച കുട്ടിയെന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആ രാഷ്ട്രപിതാവിൻ്റെ പേര് മഹാത്മാഗാന്ധിയാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഒരു വിസ്മയമായി മാറിയ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ രാജ്യത്തിൻ്റെ ആത്മാവിൽ നിന്നും രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയായ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചത്. അതിൽ അവർ വിജയിച്ചു. താൽക്കാലികമായ പേര് മാറ്റുന്നതിൽ സംഘപരിവാർ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ ധിക്കാരപരമായ നടപടിക്ക് രാജ്യത്തെ ജനങ്ങൾ മറുപടി നൽകും. വരും ദിവസങ്ങളിൽ ശക്തമായ സമരമുണ്ടാകും. കാരണം ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്തവരാണ് സംഘപരിവാർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്ത ആളുകളാണ് സംഘപരിവാർ. ആ സംഘപരിവാർ ഈ സമരത്തിന് നേതൃത്വം നൽകിയ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചനയിച്ച മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ തമസ്കരിക്കാൻ, ഓർമ്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ അത് നോക്കി നിൽക്കില്ല. ശക്തമായ സമരത്തിന് കോൺഗ്രസിന്റെ കീഴിൽ ജനങ്ങൾ അണിനിരക്കും. കാരണം ഗാന്ധി ഈ രാജ്യത്തിനൊരു വികാരമാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ആയുധമെടുക്കാതെ ചെറുത്തു തോൽപ്പിച്ച ഗാന്ധി ലോകത്തിന് തന്നെ ഒരു വിസ്മയമാണ്. ആ വിസ്മയകരമായ മനുഷ്യനെയാണ് ആ രാജ്യത്തെ 1948 ജനുവരി മാസം 30 ഹിന്ദു മഹാസഭയുടെ ആളുകൾ നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായി തൂക്കിലേറ്റിയ തീവ്രവാദിയുടെ നേതൃത്വത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ ഗാന്ധിയുടെ ഓർമ്മകൾ ഇന്ത്യ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെന്നും കരുത്തു പകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഗാന്ധിയുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിയുടെ പേര് വെട്ടുമാറ്റിയത്. ഇത് രാജ്യത്തെ ജനങ്ങൾ നോക്കി നിൽക്കില്ല. ശക്തമായ സമരമായിരിക്കും രാജ്യത്ത് നടക്കാൻ പോവുക. ഇനിയിപ്പോൾ BJP സർക്കാർ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ സംഘികൾ അല്ലെങ്കിൽ RSSകാർ ഈ പറയുന്ന പോലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ കറൻസിയിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം ഇല്ലാതാക്കിയ ചിത്രം പോലും മാറ്റിയാൽ ഗാന്ധിജിയെ മറക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയുമോ? തീർച്ചയായും രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലാണ് മഹാത്മാഗാന്ധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രത്തോളം ഗാന്ധിജി ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിജിയെ മാറ്റാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. CBSE ICSE പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. അത്തരത്തിൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ യുവാക്കളുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഗാന്ധിജി ആരാണെന്ന് അറിയാതിരിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും രാജ്യത്തെ ജനങ്ങൾ ഗാന്ധിയെ മറക്കില്ല. രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഗാന്ധിജിയുടെ ഓർമ്മകൾ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരും. അത് ഈ രാജ്യത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ സംഘപരിവാർ ശ്രമിച്ചാലും 1000 നരേന്ദ്രമോദിമാർ 1000 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചാലും 1000 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടാലും ഗാന്ധിജിയുടെ ഓർമ്മകളെ ഊതിക്കെടുത്താൻ, ഇല്ലാതാക്കാൻ ഈ രാജ്യത്ത് സംഘപരിവാറിനല്ല ആർക്കും സാധിക്കില്ല. കാരണം ഗാന്ധിജി ജീവിക്കുന്നത് ഇന്ത്യയിലെ ജനമനസ്സുകളിലാണ്, ഇന്ത്യയുടെ ആത്മാവിലാണ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് മരണമില്ല. ആ ഓർമ്മകൾ അനശ്വരമായി രാജ്യത്തെന്നും നിലനിൽക്കും.